നമുക്കിന്ന് ക്യാരറ്റും സേമിയയും കൊണ്ടുള്ള ഒരു പായസം തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പാൻ ചൂടായതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് പാൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ സ്റ്റൗ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പാലെല്ലാം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു 150 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സേമിയെല്ലാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതിയാകും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്